നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയുടെ മകൾ ഷിബി എസ് കർത്തയെ കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. ഇഡിക്ക് മുന്നിൽ കഴിഞ്ഞ ദിവസം ശശിധരൻ കർത്തയുടെ മകൾ ഹാജരായിരുന്നു. കൊച്ചി കടവന്ത്രയിലെ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ ഷിബിയുടെ ചോദ്യം ചെയ്യൽ നടന്നു. മാസപ്പടി കേസുമായി അന്വേഷണ പരിധിയിലുള്ള നിപുണ ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഡയറക്ടറാണ് ഷിബി. CMRL MD ശശിധരൻ കർത്തയുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് നിപുണയുടെയും നേതൃത്വം നൽകുന്നത്. അതേസമയം കർത്തയുടെ മകൻ ശരൺ എസ് കർത്ത ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസം ഹാജരായില്ല. CMRL എക്സാലോജിക്കിനിടയിൽ നടന്ന അനധികൃത സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങളാണ് കർത്തയോട് കുടുംബാംഗങ്ങളോട് ഇഡി പ്രധാനമായി അന്വേഷിച്ചത്. എന്തായാലും നിർണായകമായ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നു. ഇനി കർത്തയുടെ മകനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എന്ന് ഹാജരാകും എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളും എക്സാലോജി കമ്പനി മേധാവിയുമായ വീണ ടി ചോദ്യം ചെയ്യലിന് ബുധനാഴ്ച ഹാജരാകുമെന്നാണ് വിവരം. അന്നും ഒഴിവ് കഴിവ് പറയുമോ, ഹാജരാകുമോ എന്ന ചോദ്യം നിൽക്കുന്നുണ്ട്. വൈദ്യ പരിശോധനാ വിവരങ്ങളടക്കം വീണ നൽകിയ ഇമെയിലിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലിന് 5 ദിവസം കൂടി സാവകാശം നൽകി ബുധനാഴ്ച വീണ്ടും ഹാജരാകാൻ ഇഡി ആവശ്യപ്പെട്ടത്. ആവശ്യപ്പെട്ട രേഖകൾ അഭിഭാഷകർ വഴി ഹാജരാക്കാമെന്ന വീണയുടെ നിർദ്ദേശം തള്ളിയാണ് ഇഡി വീണ്ടും സമൻസ് നൽകിയത്. കരിമണൽ കമ്പനിയിൽ നിന്ന് എന്തിന് പണം കിട്ടി എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം ഹാജരാകാനാണ് പിണറായി വിജയന്റെ മകൾ വീണ തായ്ക്കണ്ടിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്ന വിശദാംശം. അതേസമയം നിപുണ ഇന്റർനാഷണൽ ആണ് CMRL ചരക്ക് ഗതാഗത വാഹനങ്ങൾ വാടകയ്ക്ക് നൽകിയിരുന്നത്. വ്യാജ ചെലവുകൾ കാണിച്ചായിരുന്നു CMRL 182 കോടിയുടെ ഇടപാടുകൾ. അനിൽ ആനന്ദ പണിക്കരും ശരൺ എസ് കർത്തയും ഷിബി കർത്തയുമാണ് നിപുണയുടെ ഡയറക്ടർമാർ. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എറണാകുളത്ത് പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ പ്രതിചേർക്കപ്പെട്ട ഗുണഭോക്തൃ സ്ഥാപനങ്ങളൊന്നാണ് നിപുണ ഇന്റർനാഷണൽ. നേരത്തെ ഇഡി നിപുണയിലും റെയ്ഡ് നടത്തിയിരുന്നു. എന്തായാലും നിർണായകമായ ഘട്ടത്തിലേക്ക് അന്വേഷണം കടക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം കർത്തയുടെ മകളുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ, ആ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇനിയുള്ള ചോദ്യം ചെയ്യലുകൾ നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉടൻ തന്നെ ഹാജരാകുമെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് 2ാം വട്ടവും ഒഴിവ് ഇത്തരത്തിൽ മാറി നിൽക്കുകയാണെങ്കിൽ അടുത്ത് വീണ്ടും ഇഡി സമൻസ് നൽകുമോ, അതോ മറ്റെന്തെങ്കിലും നീക്കം ഇഡിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നതടക്കമുള്ള ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ചോദ്യം ചെയ്യാതെ മാറി നിൽക്കുന്നത് ഒരുതരം ഒളിച്ചോടലാണോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഈ വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുകയാണ് സാമൂഹ്യ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. സംശയം എന്താ? ഒഴിഞ്ഞു മാറുക, ഉത്തരം മുട്ടി, ഉത്തരവൊന്നും പറയാനില്ല. ചോദിക്കുന്ന ചോദ്യങ്ങൾ അതെന്ന് പറഞ്ഞാൽ വെടിയുണ്ടകൾ പോലുള്ള ചോദ്യങ്ങളായിരിക്കും ഇനി വരുന്നത്. ഇനി യാതൊരു വിധമായ ദാക്ഷിണ്യവും ഉണ്ടായിരിക്കില്ല. കാരണം ചുടുകട്ടകൾ കൊണ്ടും അതുപോലെ തന്നെ സിമന്റ് കട്ടകൾ കൊണ്ടുമാണ് CPM നേതൃത്വം വിളിച്ചു വരുത്തിയ കാപ്പ കേസിലെ പ്രതികൾ ഉൾപ്പെടെയുള്ള ഗുണ്ടകൾ അമ്മ വീണ വിജയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇഡിക്ക് നേരെ തിരുവനന്തപുരത്തിട്ട് ആക്രമിച്ച് ഭയപ്പെടുത്തിയത്. അങ്ങനെ ഭയപ്പെടുത്തി അവരെ വിരട്ടാം, അങ്ങനെ അവർ വരാതിരിക്കും ഉള്ള ഒരു വിചാരത്തിൽ വിവരക്കേടിന്റെ പാതാളത്തിൽ കഴിയുന്ന ഗുണ്ടകൾ അങ്ങനെ പ്രവർത്തിച്ചു. ഇഡി അവരുടെ സർവ അധികാരവും ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ പ്രധാനപ്പെട്ട രേഖകൾ SFIO, SFI അല്ല, SFI പോലല്ല, SFIO, അവർക്ക് ഈ കാര്യങ്ങൾ രഹസ്യങ്ങളൊക്കെ ശേഖരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്, അധികാരവും ഉണ്ട്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് കർത്തായിൽ നിന്നും വീണയിൽ നിന്നും എക്സാലോജിക്കിൽ നിന്നും ഒക്കെ സംഭരിച്ച വിവരങ്ങൾ, അതായത് നമ്മളൊന്നും പത്രത്തിലൂടെ വായിക്കാത്ത, നമുക്കൊന്നും കിട്ടാത്ത വിവരങ്ങൾ, അതീവ രഹസ്യ സ്വഭാവമുള്ളവ, അതൊക്കെ ഇപ്പൊ ഇഡിയുടെ കസ്റ്റഡിയിലുണ്ട്. അതൊക്കെ വെച്ചാണ് ചോദ്യം ചെയ്യുന്നത്. ചൂളിപ്പൂവും ചമ്മിപ്പൂവും ഇഡിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഉത്തരമില്ലാത്ത വീണ വിജയന് കഴിയില്ല. പണ്ട് മുഖ്യമന്ത്രിയുടെ മകളാണെന്നുള്ള ധാർഷ്ട്യത്തിലാണ് AKG സെന്ററിന്റെ അഡ്രസ് വരെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവര് നേരത്തെ കത്തുകൾ അയക്കാൻ ഏർപ്പാടുകൾ ചെയ്തിരുന്നത്. അതുൾപ്പെടെയുള്ള എല്ലാ കള്ളത്തരങ്ങളുടെയും വിവരങ്ങൾ SFIO ശേഖരിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും കോർപ്പറേറ്റ് നിയമങ്ങൾക്കോ കമ്പനി നിയമങ്ങൾക്കോ സാധൂകരിക്കാനാവാത്ത വിധമുള്ള തെറ്റുകളാണ് ഈ അവിഹിതമായ ഇടപാട് വഴി, ധന ഇടപാട് വഴി
ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ആണ് അവർ നടത്തുന്നത്. സീരിയസ് ആയിട്ടുള്ള ഫ്രോഡാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ എല്ലാവിധ വിവരങ്ങളും വെച്ചുകൊണ്ടാണ് ചോദ്യം ചെയ്യൽ. ആർക്കും രക്ഷിക്കാൻ കഴിയില്ല വീണയെ പിണറായി വിജയന് രക്ഷിക്കാൻ കഴിയില്ല, അതുപോലെ പാർട്ടിക്ക് രക്ഷിക്കാൻ കഴിയില്ല. ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ള തള്ളുന്ന ആൾക്കാർക്കും രക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പഠനത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ടാണ് പോകാതിരിക്കുന്നത്. സീസ് ബൈങ് ടൈം എന്ന് ഇംഗ്ലീഷിൽ പറയും. സമയം ഇങ്ങനെ നീട്ടി വെപ്പിക്കുക. എത്ര വരെ പറ്റും? ഇത് ഞാനൊരു വിദഗ്ധനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇത് അധികകാലം അങ്ങനെ നീട്ടിവെക്കാൻ പറ്റില്ല. 3 തവണ അവര് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുമുണ്ട് മാറ്റിവെക്കും ഇവരെ. ഇതെല്ലാം സ്റ്റഡി ചെയ്തിട്ടാണ് അവർ വിളിക്കുന്നത്. 3 തവണ സമൻസ് അയക്കുമ്പോഴും പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് വാറന്റോടുകൂടി പോയി ഇവരെ കസ്റ്റഡിയിലെടുക്കാം, അറസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ കോടതിയുടെ ഒരു അനുമതി വേണോ അതിനെന്ന് തോന്നുന്നു, അതിനൊരു സാങ്കേതികതയുണ്ട്. അതും കൂടി ചെയ്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കോടതി അതിന് തടസ്സം നിൽക്കുകയില്ല. കാരണം അത് നിയമപരമായിട്ടുള്ള ഒരു ബാധ്യതയാണ്, ഭരണഘടനാപരമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളെയാണ്. ഒരു രാഷ്ട്രത്തിനെതിരെ കുറ്റം ചെയ്ത, രാഷ്ട്രത്തിന്റെ കോർപ്പറേറ്റ് നിയമങ്ങളിൽ കള്ളം കാണിച്ച ആളിനെ ചീറ്റിംഗ് ആണ്, രാഷ്ട്രത്തിനോടുള്ള ഒരു ചീറ്റിംഗ് ആണ്, പണമിടപാടിൽ. അതാണ് മണി ലോണ്ടറിങ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടുതൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. ആ ചീറ്റിങ്ങിന് വെറുതെ വിടാനൊന്നും തൽക്കാലം അവരുദ്ദേശിക്കുന്നില്ല. ഒരു നിസ്സാരമായിട്ടുള്ള തുകയല്ല ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാജ്യത്തെ പാവപ്പെട്ട യുവാക്കള് ശമ്പളം കുറവായിട്ട് പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന സന്ദർഭത്തിൽ യാതൊരു വിധമായിട്ടുള്ള തൊഴിൽ പരിചയവും സ്കില്ലുമില്ലാത്ത ഒരാള് മുഖ്യമന്ത്രിയുടെ മകളാണെന്നുള്ള പേരിൽ ഇങ്ങനെ 12 ലക്ഷം രൂപയുടെ ശമ്പളവും അതിനുശേഷം 3.89 കോടി രൂപയുടെ സമ്പാദ്യവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് നമുക്കറിയാവുന്നത്, സാമാന്യ ബുദ്ധി കൊണ്ട് നമുക്കറിയാവുന്നത് പോലെ ഇത് തൊഴിൽപരമായിട്ടുള്ള സംഭാവനകൾക്കുള്ള ഒരു പാരിതോഷികമല്ല, മറിച്ച് എന്തോ അഴിമതി നിറഞ്ഞതും രാഷ്ട്രത്തിന് ദ്രോഹം ചെയ്യുന്നതുമായിട്ടുള്ള പ്രവർത്തികൾക്ക് നേരെ മുഖ്യമന്ത്രി കണ്ണടച്ചതിനുള്ള പ്രതിഫലം അദ്ദേഹത്തിന് നേരിട്ട് കൊടുത്ത് അദ്ദേഹത്തെ അഴിമതിക്കാരാകാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മകൾക്ക് കൊടുത്ത് സന്തോഷിപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കോർപ്പറേറ്റ് അഴിമതിയെ കുറിച്ച് എപ്പോഴും വാതോരാതെ സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കല്ല, പ്രത്യേകിച്ച് പിണറായി വിജയന് ഇത് മഹാപ്രഹരം തന്നെയാണ്. അത് തുടർന്നു വരുന്ന കമ്മ്യൂണിസ്റ്റ് പാതയെ അപ്പാടെ തുറന്നു കാട്ടുന്ന ഒന്നാണിത്. ഇവരുടെ കോർപ്പറേറ്റ് എതിർപ്പ് ഒരു കാപട്യം മാത്രമാണെന്നുള്ളതിന് തെളിവാണ്. ഇനിയിപ്പോ CPM ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, കേരളത്തിന് അവരെ ഒരു ഗവൺമെന്റിൽ അവരെ രക്ഷിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ക്രൈംബ്രാഞ്ചിനെയോ അല്ലെങ്കിൽ മറ്റു പോലീസുകാരെയോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ED അറസ്റ്റ് ചെയ്യിപ്പിച്ചനെ അവര്. പക്ഷെ അധികാരം കയ്യിൽ നിന്നും പോയി. അതുകൊണ്ട് ഇപ്പോ ആ തരത്തിലുള്ള ഒരു നേരിടൽ ഇപ്പോൾ നടക്കില്ല. ഇനി ചെയ്യാൻ പോകുന്നത് ഇന്ത്യ മുന്നണിയുടെ അടുത്ത് എന്നിട്ട്